നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. മലയാളം ടെക്കിന്റെ പോളി ഗാഡ്ജറ്റ്സ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെബ്രോണിക്സിന്റെ സെബ് കമ്പാനിയൻ 110 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് ആൻഡ് കീബോർഡ് മൗസ് കോംബോ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് പോളി ഗാഡ്ജറ്റ്സിൽ പരിചയപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1539 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു പ്രൈസിംഗിൽ അത്യാവശ്യം കിടിലൻ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു ഡീസെന്റ് ആയിട്ടുള്ള കീബോർഡ് ആൻഡ് മൗസ് കോംബോ തന്നെയാണിത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കീബോർഡ് ആൻഡ് മൗസ് കോംബോയ്ക്ക് ഇതിന്റെ ഏകദേശം ഇരട്ടി പ്രൈസോളമാവും നല്ല പ്രോഡക്റ്റുകൾക്ക്. ഇത് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് നല്ല കേപ്പബിൾ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ്. ഇപ്പോൾ നമ്മൾ നോർമലി കണ്ടുവരുന്ന കീബോർഡ് ആൻഡ് മൗസ് കോംബോയിൽ നമ്മൾ ഒരു ഡോങ്കിൾ കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം 3 ഡിവൈസുകളിൽ ബ്ലൂടൂത്ത് വഴിയും പെയർ ചെയ്യാം. അതുകൂടാതെ റേഡിയോ കണക്ടിവിറ്റി വഴി 2.4 GHz ഡോങ്കിൾ വഴിയും നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ മൊത്തം 4 ഡിവൈസുകളാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് പല ഡിവൈസുകളിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയാം. ഈ ഒരു പ്രൈസിംഗ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഈ സെബ്രോണിക്സിന്റെ ഈ ലോഗോയുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുഴ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര പ്രീമിയം ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ പ്രൈസിന് വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കീസ് ഒക്കെ ആണെങ്കിലും പ്രസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് കീബോർഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. കീസിലെ ഈ എഴുതി വെച്ചേക്കുന്ന ടെക്സ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നല്ല ബ്രൈറ്റ് ആണ്. അപ്പോൾ അത് ഉടനെയെങ്കിലും ഫെയ്ഡ് ആവും തോന്നുന്നില്ല. സാധാരണ കീബോർഡുകളിലൊക്കെ ചിലത് ഡിമ്മായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കീബോർഡ് തന്നെയാണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ ഐപാഡൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട്. അതായത് ഫംഗ്ഷൻ പ്ലസ് ഹോം ബട്ടൺ ഉണ്ട്, റീസെൻറ്റ് ബട്ടൺ ഉണ്ട്, മെനു ബട്ടൺ ഉണ്ട്, ബാക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറുകളിലും സ്മാർട്ട് ഡിവൈസിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സെർച്ച് ബാർ ഉണ്ട്, പ്ലേ പോസ് ബട്ടൺസ് ഉണ്ട്, പ്രീവിയസ് നെക്സ്റ്റ് ഉണ്ട്, പിന്നെ വോളിയം കൺട്രോൾസ് കാണാം, മ്യൂസിക്കിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് കീ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മീഡിയ കൺട്രോൾസും അല്ലാതെ യൂഷ്വൽ അല്ലാത്ത നമ്മുടെ കീബോർഡിൽ വരുന്ന കൺട്രോൾസ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അവിടെ ബ്ലൂടൂത്ത് 1, ബ്ലൂടൂത്ത് 2, ബ്ലൂടൂത്ത് 3 എന്നിങ്ങനെ 3 നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ബാറ്ററി ലോ ആകുമ്പോൾ വരുന്ന ഇൻഡിക്കേറ്റർ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഇടയ്ക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇടുങ്ങിയ ഒരു സെറ്റപ്പ് ഒന്നും അല്ല, നല്ല രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ന്യൂമറിക് നമ്പേഴ്സ് ഇല്ല, നമുക്ക് ഇവിടെ മാത്രമേ നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കീബോർഡാണ്. പിന്നെ ഈ കീസിൻ്റെ ഒക്കെ ലേഔട്ടും നോർമൽ ട്രഡീഷണൽ കീബോർഡിൽ നിന്ന് മാറ്റമുണ്ട്. നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ശരിയാവും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ഇതിൽ തോന്നിയൊരു പ്രശ്നം ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ ഒരു ഹൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്, ആ ഒരു ഹൈറ്റിൽ തന്നെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കത്തില്ല. പക്ഷേ ഇത് ഒരു അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ, പ്ലേസ്മെന്റ് തന്നെയാണ്. ഇച്ചിരി ലീൻ ചെയ്തിട്ടുണ്ട് മുകളിലോട്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് സ്പിൽ പ്രൂഫ് ആണോ ഡസ്റ്റ് പ്രൂഫ് ആണോ എന്നുള്ള കാര്യമൊന്നും ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. ചില ആളുകൾ കീബോർഡൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ നോക്കാറുണ്ടല്ലേ, സാധാരണ ഡെസ്കിലൊക്കെ വെള്ളവും കോഫിയൊക്കെ സ്പില്ല് ചെയ്യാറുണ്ട് ചിലർ. അങ്ങനെയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ നൽകിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഒരു സ്മാർട്ട് ഫോൺ ഹോൾഡർ ആണ്. അത് ആക്ച്വലി കവറുള്ള ഫോണുകൾ ഇടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെക്കാം. അല്ലാതെ ഏതെങ്കിലും ഫോൺ ചുമ്മാ വെക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ തെന്നി പോകും, ഇതിങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് അവർ അതിൻ്റെ കൂടെ വേറൊരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കറാണത്. ഇത് നമുക്ക് 3M ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കുകയാണ്. ബ്രാൻഡിങ്ങിൻ്റെ അപ്പുറം ഇപ്പുറം കേട്ടോ, അതാകുമ്പോൾ എനിക്ക് ഫോണും ടാബും എല്ലാം ഈസി ആയിട്ട് ഇതിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നൽകിയേക്കുന്നൊരു സംഭവമാണത്. അതെന്തായാലും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കണ്ടോ, ഇപ്പം നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കീബോർഡിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള ഐപാഡൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ടോപ്പ് ചെയ്യുന്നുണ്ട്, വീഴുന്നില്ല, എന്നാൽ പോലും വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മൗസിലേക്ക് കിടക്കാം. അപ്പോൾ മൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അത്ര വലിയ ഫാനല്ല, പക്ഷേ എന്നാൽ പോലും കാര്യങ്ങളൊക്കെ നടക്കും. ഇത് അത്ര എർഗണോമിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ നേരത്തെ ഗോമിൻ്റെ ഗെയിമിംഗ് മൗസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഗോം സീരീസ് X1 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൈ അത്യാവശ്യം വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൈ പിടിക്കുമ്പോൾ കണ്ടോ
ഒരുപാട് ഫ്രീ സ്പേസ് വരുന്നുണ്ട്. മറ്റേ മൗസ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നല്ല കംഫർട്ടബിൾ ഫീൽ കിട്ടാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇത് നോർമൽ ഓഫീസ് യൂസിനൊന്നും പ്രശ്നമില്ല കേട്ടോ. അങ്ങനത്തെ യൂസുകൾക്കൊക്കെ പറ്റും. നല്ല എഡിറ്റിംഗ് വർക്ക് അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഞാൻ ഈ ഒരു മൗസ് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഇതിൽ ഫിസിക്കൽ ഓൺ ഓഫ് ബട്ടൺ കാണാം, മുകളിലൊരു മോഡ് സ്വിച്ചും കാണാം. അപ്പോൾ ഈ മോഡ് സ്വിച്ച് ഞെക്കിയാണ് നമ്മൾ ബ്ലൂടൂത്ത് വേണോ 2.4 GHz വേണോ എന്ന് സ്വിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ബട്ടൺ ഇതിനും ഉണ്ട് കേട്ടോ. നമ്മുടെ കീബോർഡിന് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം ടൈപ്പ് സി ചാർജിങ് ആണ്. അപ്പോൾ ഇവിടെയും മൗസിൻ്റെ ഫ്രണ്ടിലും ഒരു ടൈപ്പ് സി ചാർജിങ് നൽകിയിട്ടുണ്ട്. നമ്മുടെ കീബോർഡിൻ്റെ സൈഡിലും ഒരു ടൈപ്പ് സി ചാർജിങ് നൽകിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് മാഗ്നറ്റിക് ആണ്. നമുക്കിതിങ്ങനെ തുറക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് കിട്ടിയപ്പം ഇതിന് ചുറ്റും ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പീൽ ചെയ്ത് കളഞ്ഞാലേ ഉള്ളൂ ബാറ്ററി ടെർമിനലിലേക്ക് കണക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലർ ആമസോണിൽ ഇതിന് റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഈ സംഭവം അനങ്ങുന്നില്ല, കുത്തിയിട്ട് അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർ അതും കൂടെ ശ്രദ്ധിക്കുക. ഇത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ യൂസർ മാനുവൽ ഫുൾ അരിച്ചു പെറുക്കി. പക്ഷേ ഒരു ഫിസിക്കൽ യൂസർ മാനുവൽ അല്ല, അത് ഓൺലൈൻ QR കോഡ് വഴി സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ്. അതിലും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് വരെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം എനേബിൾ ചെയ്യുന്നത്. അതറിയാതെ കുറേ പേര് പ്രോഡക്റ്റിന് നെഗറ്റീവ് റിവ്യൂ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു മൗസിൻ്റെ സ്ക്രോൾ വീൽ നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റേർഡ് സ്ക്രോൾ വീലാണ്. ഇത് കേർവ്ഡ് ഡിസൈൻ ഒന്നും അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെ ഒരു DPI ബട്ടൺ കാണാം കേട്ടോ. 1600 DPI വരെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പം ഞാൻ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി, നല്ല സ്ലോ ആയിട്ടും നിങ്ങൾക്ക് മൗസ് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല സ്പീഡിലും മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൺട്രോൾ ഒറ്റ ബട്ടണേ ഉള്ളൂ, അതിൽ തന്നെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും 1600 DPI ആണ്. അത്യാവശ്യം ഓഫീസ് യൂസ് മാത്രമല്ല കേട്ടോ, അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മൗസ് തന്നെയാണിത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കണക്ടിവിറ്റി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം BT1, BT2, BT3 അങ്ങനെ 3 ബ്ലൂടൂത്ത് ഡിവൈസുകൾ കണക്ട് ചെയ്യാം. അതുകൂടാതെ ഒരു 2.4 GHz റേഡിയോ ഫ്രീക്വൻസി വഴിയും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൗസ് ഓപ്പൺ ചെയ്യുക. മൗസിനകത്ത് നമുക്കൊരു ഇത് കണ്ടോ, റിസീവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു റിസീവർ നമ്മൾ USB വഴി കണക്ട് ചെയ്തിട്ടാണ് 2.4 GHz മോഡിലേക്ക് മാറുന്നത്. അപ്പം കീബോർഡ് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ കീ പ്ലസ് ബ്ലൂടൂത്ത് 1 അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ പ്ലസ് ബ്ലൂടൂത്ത് 2 അങ്ങനെ നമുക്ക് മാറാം. പിന്നെ പെയറിംഗ് മോഡിലേക്ക് കയറണമെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് 1 ഫംഗ്ഷൻ പ്ലസ് ബ്ലൂടൂത്ത് 1 നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ LED സ്പീഡിൽ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് പെയറിംഗ് മോഡിലാണ്. അതിനുശേഷം നമ്മൾ ഈ 3 എണ്ണത്തിലും 3 ഡിവൈസുകൾ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ഫോൺ, നമ്മുടെ കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് 3 ഡിവൈസ് കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഇവ തമ്മിൽ സ്വിച്ച് ചെയ്യാനായിട്ട് ഇപ്പം 1 ഫോൺ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ BT2 ഞെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ പെയറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഡിവൈസുകൾ മാക്സിമം മെമ്മറിയിൽ കീപ്പ് ചെയ്യാം. മോഡ് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരാഴ്ചയോളമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഞാനിത് ഒരു പ്രാവശ്യം പോലും ചാർജ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ചാർജിങ് വർക്കിംഗ് ആണോ എന്ന് മാത്രം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയെന്നല്ലാതെ അധികം നേരം ഇത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മൗസിന് 2 മാസമാണ് ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പിന്നെ 60 മണിക്കൂറാണ് കീബോർഡിൻ്റെ യൂസും പറയുന്നത്. അപ്പോൾ 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ട്. 60 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കീ സ്ട്രോക്സ് അനുസരിച്ചിരിക്കും കേട്ടോ. നിങ്ങൾ ഹെവി ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് കുറയാം. അപ്പോൾ ഞാനിപ്പം പറഞ്ഞല്ലോ, ഒരാഴ്ച ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇതേ ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് എല്ലാം നമ്മുടെ ഈ കീബോർഡ് യൂസ് ചെയ്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ബാറ്ററി അങ്ങനെ തീർന്നു പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി ബാറ്ററി ലോ ആയാൽ തന്നെ നമുക്കിവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ലോ ബാറ്ററിക്ക് ഇവിടെ ഒരു LED റെഡ് കളർ വാണിംഗ് വരും. അപ്പോൾ അതെന്തായാലും നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു വിസിബിലിറ്റി പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കാണണമെന്നില്ല, LED ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് കീബോർഡ് ആയതുകൊണ്ട് തന്നെ അത് മുകളിൽ നമുക്ക് ശരിക്കും കാണത്തില്ല, കുറച്ച് ഇങ്ങനെ നോക്കിയാലേ നമ്മൾ കാണത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഈ ഒരു കീബോർഡിൽ. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് ആകെ വന്നിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്പേസ് ബാർ ഉണ്ടല്ലോ, അത് എപ്പോഴും ഒന്ന് ഞെക്കിയപ്പോൾ ഒന്ന് സ്റ്റക്കായിപ്പോയി. അതിനുശേഷം ഈ സൈഡിലും നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്പേസ് ബാർ രജിസ്റ്റർ ആകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സാധനം ഇങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കമ്പി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് അഴിഞ്ഞ് താഴെ കിടക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞ് താഴെ കിടക്കുമായിരുന്നു. അതെടുത്ത കീയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തു, അപ്പോൾ ശരിയായി. എനിക്ക് തോന്നുന്നത് പ്രോഡക്റ്റ് നമ്മുടെ ഇങ്ങോട്ട് ഡെലിവർ ആയപ്പം വന്ന ലോജിസ്റ്റിക്സിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ കൊണ്ടായിരിക്കും അത് ചിലപ്പം ലോ കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് അത് ഫിക്സായി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ഫേസ് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.